ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 12 നെല്ലിക്ക നല്ലോണം കഴുകി നല്ലോണം തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു സ്റ്റീമർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്കാണ് ഇവിടെ നെല്ലിക്ക നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇപ്പോൾ നെല്ലിക്ക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇനി ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. കുരു കളയാം. ഇപ്പോൾ സ്റ്റീം ചെയ്ത് നെല്ലിക്ക ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റീം ചെയ്യാം, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് ഇട്ട് സോഫ്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിൻ്റെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായ ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയ ശേഷം ഇതിലോട്ട് ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പ് നടുക്കൂടെ മുറിച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. ഇപ്പോൾ ഉള്ളി ഇഞ്ചി എല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം. 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്. പൊടികളെല്ലാം ഒന്ന് നന്ന് ചൂടാക്കുക. പൊടികളെല്ലാം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കൂടെ കാണാൻ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഒഴിക്കാവുന്നതാണ്. തണുത്ത് കഴിയുമ്പോൾ ഇതൊരു ബോട്ടിലിട്ട് വെക്കുക. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.